എന്തിനാണാവോ സ്പെഷ്യൽ ക്ലാസ് വെച്ചത്? കോഴ്സിനൊക്കെ തീർത്തല്ലേ? എടിയാ, നാളെയല്ലേ ഗ്ലോബൽ സയൻസ് എക്സ്പോ തുടങ്ങുന്നേ. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനോ ഇവിടെ വെച്ചല്ലേ നടത്തുന്നേ. അതാവും. ശരിയാണല്ലേ? വാച്ച് കൊള്ളാലോ. പുതിയ വാച്ചാണോ? കൊള്ളാലോ, നല്ല രസമുണ്ട്. ഹായ് ഹായ് ഹായ്. ഇതാ ഇന്ന് എടുത്തോ. ആ, അധികം അത്ഭുതപ്പെടേണ്ട, ഇന്നും കൂടെ ഉള്ളൂ. നാളെ തൊട്ട് ഇതൊന്നും ഇല്ല കേട്ടോ. അതെന്താ, മാവ് നാളെ വിടാൻ പോകുന്നുണ്ടോ? അച്ഛൻ പറയുന്ന കേട്ടടി, നാളെ മാവ് മുറിക്കുവാന്ന്. ആൾക്കൂടെയുള്ളൊരു മാവായിരുന്നു, അതിന് പോയി. അവർക്കൊക്കെ ചെയ്തായിരുന്നു. അതാ വരുന്നത്. ഇന്നും കറക്റ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. എന്താ വൈകിയേ? ഇന്ന് വേറെ വരി കൂടെയാണ് വന്നത്. എന്നും വരുന്ന വരി കൂടെ വരാൻ പറ്റിയില്ല. അവിടെ മൊത്തവും വേസ്റ്റ് ആണ്. ആർക്കും നടക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന്. ഓ, അവിടെ പ്രശ്നമായോ? എന്താണിത്? ആ, കുഴപ്പമില്ലടാ. ടീച്ചർ വിളിക്കുന്നുണ്ട്. നമുക്കിന്ന് ടൈം ട്രാവൽ മിഷൻ റെഡിയാക്കുന്ന റൂമാണ് ക്ലീൻ ചെയ്യണം. നമുക്ക് പോയാലോ? ആ, പോവാം. അവധിക്കാലത്ത് ഇവിടെ വന്നിരിക്കും എന്ത് രസമല്ലേ? അത് ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാ രസമൊക്കെ. നീ വാർത്ത കണ്ടോ? കേരളത്തിൽ പുതിയ കുടിവെള്ള പദ്ധതിയൊക്കെ വരുന്നുണ്ടെന്ന്. ഇനിയിപ്പോ ഇവിടെ എന്തിനാണ് ഇനി ഒരു കുടിവെള്ള പദ്ധതി വരുന്നത്? കിണറുണ്ട്, പുഴയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് വേനൽക്കാലം വന്നാൽ പോലും ഒരു പ്രശ്നമില്ല. പിന്നെ ഇനി ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? എനിക്കറിയത്തില്ല. ആവശ്യത്തിനധികം വെള്ളം ഇവിടെ വെറുതെ കിട്ടുന്നു. ഇനി ബോട്ടിലാക്കി കൊടുത്ത് കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ. അത് ഞാൻ നോക്കട്ടെ വാർത്ത ഇവിടെ. ഓക്കെ, എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ അതെ. നിങ്ങൾക്ക് അറിയാനിട്ട് അതിൽ മിനറൽസ് ഉണ്ടാവും. അത് ശരി. മിനറൽസിന്റെ കുറവ് കാരണം നിനക്കിതൊരു എന്ത് അസുഖം ഉണ്ടായിട്ടുള്ളേ? നീ എന്താ വൈകിയേ? വലിയൊരു പ്രശ്നം ഉണ്ടായിടേ. എന്ത് പറ്റി? നമ്മുടെ കണ്ണാടിത്തോടില്ലേ, അതിനകത്ത് മുഴുവൻ ആരോഗ്യം പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നുണ്ട്. അത് ആരുടെങ്കിലും ഒന്ന് പറയണ്ടേ? അങ്ങനെ അത് പറയാനായിട്ട് അച്ഛനോട് ഗ്രാമസഭ വരെ ഒന്ന് പോയത് കാണിച്ചു. സത്യോടി, നമ്മുടെ ഈ ഭൂമിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തുവാന്നറിഞ്ഞൂടാ. നീ പറഞ്ഞത് ശരിയാ. വാർത്തകൾ കണ്ടിട്ടില്ലേ? ഡൽഹിയിലൊക്കെ എന്തൊക്കെ മലിനീകരണങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും വയ്യ. എന്നും അസുഖമാണ്. അത് ഡൽഹി, ഇത് കേരളം. ഡൽഹി ആയാലും കേരളായാലും മനുഷ്യരൊന്നും തന്നെയല്ലേ? അവരാവശ്യത്തിന് വേണ്ടി എന്ത് നശിപ്പിക്കും. പക്ഷേ ഭൂമിക്ക് എന്തോ പറ്റുന്നുണ്ടടി. ഇവിടെ തന്നെ പറഞ്ഞില്ലേ കുടിവെള്ള പദ്ധതി വരുന്ന കാര്യം. നമ്മുടെ ഈ മാവും പുഴയും ഇവിടൊക്കെ വന്നിരിക്കുന്ന സുഖം വേറെ എവിടെങ്കിലും കിട്ടുമോ? നിങ്ങളൊക്കെ ഇതും പറഞ്ഞിരുന്നു. നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നല്ലേ പറയുന്നേ? ഓടുന്നതൊക്കെ കൊള്ളാം. ഇടയ്ക്കൊന്ന് ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നത് നല്ലതാ. അത് ശരിയാ. കണ്ണുള്ളപ്പോ കണ്ട വില ആരും അറിയില്ലല്ലോ. എന്തായാലും ശാസ്ത്രം വളരെയല്ലേ, നമുക്ക് നോക്കാം. ആ, ചർച്ച എന്തായാലും ആവട്ടെ. എനിക്ക് വിശക്കുന്നു. നിങ്ങക്ക് വിശക്കുന്നില്ല? ഞാൻ വീട്ടിൽ പോവാ. ഇല്ല, ഞങ്ങളുണ്ട്, ഞങ്ങൾക്കും വിശക്കുന്നു. വാ. എന്തോ ഇതുവരെയും വന്നില്ല വണ്ടി. ഇത്രയും ലേറ്റ് ആവുന്നു. അതാടി ഞാനും ആലോചിക്കുന്നത്. ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച മേടിച്ച ഓക്സിജൻ സിലിണ്ടർ ഇപ്പം തീരാറായി. എന്തുവാടി നമ്മൾ ഇത്ര നേരമായിട്ട് കാത്തിരിക്കുന്നത്? എന്ത് വരാത്തെ? കൊറേ നേരമായിരുന്നു. എനിക്കറിയാൻ വയ്യ ഇപ്പോഴെങ്ങനെ വരുമുണ്ട്. ചേച്ചി ചേച്ചി ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും ചേച്ചി? അച്ഛന് തീരെ വയ്യ. അത്യാവശ്യമായിട്ട് ഓക്സിജൻ സിലിണ്ടർ വേണം. ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ചേച്ചി. ഉണ്ടാവും ചേച്ചി? നമുക്ക് തന്നെ ഓക്സിജൻ ഇല്ലാതെ ഇരിക്കുവാണ്. കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ്, ഇതുവരെയും കിട്ടിയില്ല നമുക്ക്. നമ്മളെ ഈ ഓക്സിജൻ ഒന്നും ഇല്ല. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും ചേച്ചി? അച്ഛന് തീരെ വയ്യ. അത്യാവശ്യമായിട്ട് ഓക്സിജൻ സിലിണ്ടർ വേണം. ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ചേച്ചി. ഉണ്ടാവും ചേച്ചി? നമുക്ക് തന്നെ ഓക്സിജൻ ഇല്ലാതെ ഇരിക്കുവാണ്. കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ്, ഇതുവരെയും കിട്ടിയില്ല നമുക്ക്. നമ്മളെ ഈ ഓക്സിജൻ ഒന്നും ഇല്ല. അതാടി ഞങ്ങൾക്കും ഇല്ല ഇവിടെ. ചേച്ചി മോനെ, ചേച്ചി ഉണ്ടാവും ചേച്ചി? ഇനി കയറി ഇറങ്ങാനൊരു സ്ഥലമില്ല ചേച്ചി. ഇവിടെ ഒന്നും ഓക്സിജൻ ഇല്ല. നമ്മള് കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ്, നമ്മളെ ഈ ഓക്സിജൻ ഒന്നും ഇല്ല. തന്നെ തികയുന്നില്ല. ഞങ്ങൾ എങ്ങനെ വരാനാ? ഒന്ന് മനസ്സിലാക്കി. പൊക്കോ ഇല്ല. അമ്മേ, വാങ്ങിക്കുന്നു. ഹലോ. ഹൈഡ്രജന്റെ ടാബ്ലറ്റ് തീർന്നു കേട്ടോ. ഓക്സിജന്റെ മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ. വരുമ്പോൾ മേടിച്ചിട്ട് വരണേ.
ശരി ഓക്കെ. മാസം വരുന്ന സ്ഥലത്തോട്ടാ പറഞ്ഞത്. നമുക്കറിയോ ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ ഒഴുകുന്ന എന്തോ സാധനമുണ്ടെന്ന്. അവിടെ പോയിട്ട് വന്ന എന്റെ ഫ്രണ്ട്സ് ഞാനും കേട്ടിരുന്നു. കേട്ടായിരുന്നല്ലേ? അവര് പറഞ്ഞു അവിടെ ഓക്സിജന്റെ ആവശ്യമൊന്നുമില്ല, അപ്പൊ നമുക്ക് സാധാരണ പോലെ ബ്രീത്ത് ചെയ്യണം. ശരി ശരി, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. നിനക്കിപ്പോൾ വെർച്വൽ ക്ലാസ് റൂം തുടങ്ങാം. അപ്പം സപ്ലിമെന്റ് എല്ലാം ഞാൻ ടിഫിനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് കഴിക്കണേ. ഓക്കെ ശരി ശരി. ശരി. ചേച്ചി എവിടെയൊക്കെ ചോദിച്ചു കിട്ടുന്നില്ല ചേച്ചി. എനിക്ക് ചോദിക്കാൻ ആരുമില്ല ചേച്ചി. അച്ഛനൊട്ടും വയ്യ. ഓക്സിജൻ അത്യാവശ്യം പൈസ ഇല്ല ചേച്ചി. ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ചേച്ചി ഇപ്പൊ ഒരിക്കലും മറക്കില്ല ചേച്ചി. നന്ദിയുണ്ട് ചേച്ചി. എണീച്ചേ, എണീക്ക്. എങ്ങനെയുണ്ട് നിനക്കിപ്പം? തലവേദനയൊക്കെ മാറിയോ? എടാ ഞാനിപ്പോ എവിടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇത്? എടാ നിനക്കല്ലേ വയ്യ കിടക്കണോന്നൊക്കെ പറഞ്ഞേ. അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാം. വാ. എടാ നീ ആ മാവ് മുറിക്കല്ലേന്ന് പറയണം കേട്ടോ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ പറയാം. നീ ഓക്കെ ആണോ? എന്തായാലും നിന്നെ കൊണ്ടാക്കിട്ട് നമുക്ക് വീട്ടിൽ പോവാം. വരില്ലേ? ഒറ്റയ്ക്ക് എന്തായാലും വിടണ്ട. കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്നാലും ഒറ്റയ്ക്ക് പോകണ്ട.